സോഷ്യൽ സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ, എങ്ങനെയാണ് സോഷ്യൽ സയൻസ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുക? പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. അത് സെറ്റാക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ടഫ് ആണോ ഈസി ആണെന്നുള്ളൊരു കാര്യം കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. സോഷ്യൽ സയൻസിൽ സോഷ്യൽ സയൻസ് അടക്കമുള്ള ഓരോ വിഷയത്തിലും എത്ര ചാപ്റ്റർ വീതം എടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സോഷ്യൽ സയൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യൽ സയൻസ് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത് സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. പലപ്പോഴും പലരും ഗൈഡുകളും ഷോർട്ട് നോട്ടുകളൊക്കെ ഫോളോ ചെയ്യും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യൽ സയൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഏതെങ്കിലും ഗൈഡുകളോ ആരെങ്കിലും ഉണ്ടാക്കിയ ഷോർട്ട് നോട്ടോ PDF ഒന്നും നോക്കിയിട്ടല്ല, ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചോദിക്കുക, സോഷ്യൽ സയൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ എക്സാം ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. കഴിഞ്ഞ വർഷത്തെ സോഷ്യൽ സയൻസിൻ്റെ എക്സാമോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ എക്സാം ഒക്കെ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും എന്ത് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് സൂപ്പറായിട്ട് പഠിക്കുക എന്നുള്ളത് സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, ടെക്സ്റ്റ് ബുക്ക് സൂപ്പറായിട്ട് പഠിക്കണം, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യാന്നുള്ളത് സോഷ്യൽ സയൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥി ഫോളോ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പേജിന്റെ സൈഡിലും അതിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു പേജ് നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ എന്ത് ചെയ്യുക, അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നോട്ടാക്കിയിട്ട് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക? നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറോട് ചോദിച്ചാൽ മതി. സോഷ്യൽ സയൻസ് എടുക്കുന്ന നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറോട് ചോദിച്ചാൽ അവരെന്ത് ചെയ്യും, ആ ഓരോ ടോപ്പിക്കിലെയും അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിലെയും ഓരോ പേജിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ ചെറിയൊരു നോട്ട് പാഡിൽ ചെറിയൊരു സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ആ പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എഴുതി പഠിക്കുക. പലപ്പോഴും സോഷ്യൽ സയൻസ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്, സാർ പഠിക്കുന്നുണ്ട് പക്ഷെ മറന്നു പോകുന്നു. മറന്നു പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുക, എഴുതി പഠിക്കാൻ തയ്യാറാവട്ടോ. മറന്നു പോകാതിരിക്കാനായിട്ട് എഴുതി പഠിക്കുക. നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണ്, അതിങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, എഴുതി പഠിക്കാൻ തയ്യാറാവുക. എഴുതി പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറേയൊക്കെ എന്ത് ചെയ്യും, ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ പഠിക്കുമ്പോൾ എഴുതി പഠിക്കാൻ തയ്യാറാവുക. പിന്നെ നിങ്ങൾ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്യണം അല്ലേ. അതായത് സോഷ്യൽ സയൻസ് നിങ്ങൾ എഴുതി പഠിക്കുന്ന കൂടെ തന്നെ ആ എഴുതുന്ന ഓരോ ലൈനും എന്ത് ചെയ്യണം, വായിച്ച് പഠിക്കണം. അപ്പൊ നിങ്ങൾ എഴുതുന്നു വായിക്കുന്നു, വായിക്കുന്നു എഴുതുന്നു, എഴുതുന്നു വായിക്കുന്നു, വായിക്കുന്നു എഴുതുന്നു, അങ്ങനെ എഴുതി വായിച്ച് പഠിക്കുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് കുറേയൊക്കെ ഓർമ്മ നിൽക്കും. പിന്നെ സോഷ്യൽ സയൻസിൽ ചില ക്ലാസ്സുകളിൽ എന്ത് ചോദിക്കാറുണ്ട്, മാപ്പിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, 4 മാർക്കിനൊക്കെ. അപ്പം മാപ്പ് മാർക്ക് ചെയ്യാൻ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇന്ത്യയുടെ മാപ്പോ ചിലപ്പോൾ വേൾഡ് മാപ്പോ ആയിരിക്കും തരിക. മാപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യാൻ പഠിച്ചു വെക്കണം. പിന്നെ മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിരിയാണിയിൽ ചിക്കൻ എങ്ങനെയാണോ അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് റിവിഷൻ എന്ന് പറയുന്നത്. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. അതായത് നിങ്ങൾ തിങ്കളാഴ്ച പഠിച്ചു, പിന്നെ അത് എക്സാമിന് തലേ നിർത്തി നോക്കിയിട്ട് കാര്യമില്ല. തിങ്കളാഴ്ച നിങ്ങൾ പഠിച്ചോ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മക്കളെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യാന്നുള്ളതും എന്താടാ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റഡി ടൈം ടേബിൾ സോഷ്യൽ ടഫ് ആണെങ്കിൽ ആ സോഷ്യലിന് വേണ്ടി കൂടുതൽ സമയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ നിങ്ങൾക്ക് തരട്ടെ ഒരു സ്റ്റഡി ടൈം ടേബിൾ. ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് സോഷ്യലിന് കൂടുതൽ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരാം. അപ്പോൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാനൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരാം. അപ്പോൾ നിങ്ങൾ പറയും, സാറേ സോഷ്യൽ സയൻസ് പഠിക്കാൻ ഞങ്ങൾ റെഡിയാണ്, പക്ഷേ പഠിപ്പിക്കാൻ ആരാളുള്ളത്? എജ്യൂപോർട്ട് ഉണ്ട്. എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് മാത്രമല്ല എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകളുണ്ട്. നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റാകും, കാര്യങ്ങളൊക്കെ ഓക്കെ ആകും, കാര്യങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ നമ്മളുണ്ട്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലിയർ ഓപ്ഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യും. ഇപ്പം നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കേണ്ട, ജസ്റ്റ് ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ ടീം നിങ്ങളെ വിളിക്കുമ്പോൾ മാത്രം നിങ്ങൾ പേയ്മെന്റ് അടച്ചാൽ മതി. കമന്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ
nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ, ക്ലിയർ അല്ലേ? മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സോഷ്യൽ സയൻസ് ഇനി മുതൽ ഇങ്ങനൊന്ന് പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് മിക്കവാറും ഈസി ആക്കാൻ സാധിക്കും കേട്ടോ. വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.